ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ 9 ലക്ഷം കഴിഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഒത്തിരി പേര് നമ്മളോട് ചോദിച്ച ഒരു കാര്യത്തിനൊരു ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം വല്ല Q&A ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് Q&A അല്ലെങ്കിൽ അതിൽ വേറെ ഒരുപാട് ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കമൻസ് ആയിട്ട് കുറേ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. എന്താ പറയുക, 7-ാം മാസത്തെ ഫംഗ്ഷൻ വെക്കുന്നില്ലേ, വാവ വീട്ടിൽ പോകുന്നില്ലേ, അല്ലെങ്കിൽ സിജോഷിൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ലേ, ഇവിടെ വാടക കൊടുത്ത് വെറുതെ നിൽക്കണ്ടല്ലോ, അങ്ങോട്ട് പോകാൻ മേലേ, അല്ലെങ്കിൽ വാവയുടെ വീട്ടിലോട്ട് പോകാൻ മേലേ, ഇനിയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇത്രയും നാളായില്ലേ എന്നൊക്കെ ചോദിച്ച് 7-ാം മാസം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നതിന് മുന്നേ തൊട്ട് 7-ാം മാസം പോകുന്നുണ്ടോ എന്നുള്ള ഒരുപാട് കമൻസുകളും കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അതിനെന്താണ് ഒരു റിപ്ലൈ? അപ്പം കമൻറ്റ് ചെയ്തവർക്ക് എന്നാൽ തന്നെ നമ്മൾ റിപ്ലൈ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഫോൺ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇത് എല്ലാവർക്കും അറിയാനൊരുന്നുണ്ടാവും. കാരണം ഇപ്പം നമ്മൾ മൊത്തത്തിൽ കണ്ടുവരുന്ന രീതി അനുസരിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന രീതി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നവരാകുമ്പോൾ അത് നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഭയങ്കര ഫംഗ്ഷനായിട്ട് വെക്കാറുണ്ട്, വളക്കാപ്പ് അങ്ങനെ ഇങ്ങനെ. അത് എനിക്കറിയില്ല കേട്ടോ, 9-ാം മാസത്തിലാണോ 7-ാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫംഗ്ഷൻസ് എല്ലാവരും വെക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വെക്കുന്നുണ്ടോ, ഇനി എന്താണ് പ്ലാൻ എന്നൊക്കെ അറിയാനായിട്ട് ഒത്തിരി പേര്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ വെക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ, നമ്മൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കുന്നൊന്നുമില്ല. കാരണം വീട്ടിലായിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ വെച്ചേന്, അവിടെ കണയങ്കോലായിരുന്നെങ്കിൽ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരെയും വിളിച്ചു വരുന്നത്, എല്ലാവർക്കും ഒന്നും വരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. സൗകര്യമില്ല. പിന്നെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അവിടുന്ന് വീട്ടിൽ നിന്ന് വരേണ്ട വരും. എന്താണെങ്കിലും ഇങ്ങോട്ട് വരണമല്ലോ. ഈ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ, ചടങ്ങായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ എന്താണല്ലോ അവർ വരാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ സമയത്ത് എന്താണെങ്കിലും അവിടുന്ന് എന്താണെങ്കിലും പശുവൊക്കെ ഉള്ളതുകൊണ്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം വരുമ്പം പപ്പായും മമ്മിയും വരണമല്ലോ. അപ്പം അത് നടക്കില്ല ഒരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളത് അതിനെക്കുറിച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ. നമ്മൾ അവിടെ ആണെങ്കിൽ ശരി, അവിടെയുള്ള ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഇവിടുന്ന് എല്ലാവരും കൂടെ വരുന്നു, കൂട്ടിക്കൊണ്ട് പോരുന്നു, അങ്ങനെ ഒരു ചടങ്ങ്. പക്ഷെ ഇപ്പം നമ്മൾ രണ്ടാളും മാത്രം അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അതല്ല, എപ്പോഴെങ്കിലും ഞങ്ങളെപ്പോഴും എൻ്റെ വീട്ടിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും പോവും വരും അല്ലേ, ഹോസ്പിറ്റലിൽ പോകും. ആ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ വയ്യഴികെ വെച്ച് ബൈക്കിൽ വലിഞ്ഞേറി അങ്ങനെ പോവില്ല. അല്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതിന് വീട്ടിൽ പോകുന്നത്. അല്ലാതെ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് അങ്ങനെയൊന്നും പോകുന്നില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാസത്തിൽ ഒരു ദിവസം എന്താണല്ലോ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്താണെങ്കിലും വരും. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കാണും. 2 ദിവസം എന്തായാലും നിന്നിട്ടാണ് വരുന്നത്. മമ്മി ആണെങ്കിലും എല്ലാരും വിടിയല്ല എന്തെങ്കിലും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിറ്റേ ദിവസം തന്നെ പുറത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്ന് മഴ ഭയങ്കര മഴയായി. അപ്പോൾ പിന്നെ വരവ് നടന്നില്ല. അങ്ങനെ പിന്നെ എന്താ, ഇനി 4-ാം തീയതിയാണ് സ്കാനിങ് പറഞ്ഞേക്കണേ. അത് കഴിയുമ്പം ഡോക്ടറെ കാണണം. അത് 1-2 ആഴ്ച കൊണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 3 ആഴ്ച കൂടുമ്പോഴാണ് പോകേണ്ടത്. അപ്പം അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധിയിൽ അങ്ങ് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ടൊക്കെ കൂടി നമ്മൾ എന്തായാലും 7-ാം മാസത്തിൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഭവം നടത്തുന്നില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു കാരണം, 7-ാം മാസത്തിലെ ചടങ്ങിൽ മന്ത്രകോടി സാരി ഉടുത്ത് വേണം നിൽക്കാനായിട്ട്. ആ സംഭവമേ ഞങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ്. അത് വീട്ടിലാണ്. കാരണം ഞാനത് കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് പോയപ്പം എടുത്തുകൊണ്ട് വരാമല്ലോ, അതായത് കൂട്ടുകാരുടെ കല്യാണത്തിന് പോയപ്പോൾ എടുത്തുകൊണ്ട് വരാമല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഭയങ്കര മഴയായിപ്പോയപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. അങ്ങനെ സംഗതി ഏതായാലും നമ്മുടെ കയ്യിലില്ല. പിന്നെ നമ്മൾ അതിനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുത്ത് അതിനുള്ള വകുപ്പ് നമുക്കില്ല. മന്ത്രകോടി കൊടുക്കണം എന്നാണല്ലോ അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അങ്ങനെയാണ്. പക്ഷേ അതില്ലാത്തത് കൊണ്ടും പ്രത്യേക സാഹചര്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ വേറെ മമ്മിയുടെ ഞാനാണെങ്കിൽ ചുമ്മാ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇടാൻ വേണ്ടി, നമ്മുടെ ആ ഒരു സന്തോഷത്തിന് സാരി എടുത്താൽ എങ്ങനെ ഇരിക്കും ഈ സമയത്ത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു സാരി എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കും നിങ്ങൾ തമ്മിലേലും കാണാൻ പോകുന്ന ഫോട്ടോയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സാരി അല്ല തന്നെ സാരി എടുക്കുന്നത് ഭയങ്കര എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക്. പിന്നെ ഇപ്പൊ ഇതും ഇങ്ങനെ ഇരിക്കുന്നതോടെ ഒട്ടും പറ്റില്ലാത്ത അവസ്ഥ. ഒപ്പിക്കാൻ പറ്റുന്നില്ല. ഫോട്ടോ എടുത്തിട്ട് നമുക്ക്
ഒരു ഇല്ലായിരുന്നു. പിന്നെ അവസാനം എന്തോ 2-3 ഫോട്ടോ റെഡി ആയിട്ട് കിട്ടി. അപ്പൊ അത് ഭയങ്കരമാണ്, നമുക്ക് വെളിയിൽ ഇറങ്ങി പോയി എടുക്കാൻ പറ്റില്ല. അതുമല്ല ഞാൻ ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരെ എത്തില്ല. അപ്പം ഞങ്ങൾ ടെറസിൽ പോയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത്. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നമുക്ക് എടുത്തു തരാനും ആരുമില്ലായിരുന്നു. അപ്പം എന്തൊക്കെയോ കാട്ടി ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തത്, അത് ഫേസ്ബുക്കിലും ഇടാം എന്നുള്ള രീതിയിൽ മെയിനായിട്ട് എടുത്തത്. അപ്പം പിന്നെ ഇതൊരു സന്തോഷമാണല്ലോ, ഇങ്ങനെ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സമയത്തൊക്കെ. എനിക്ക് ഏറ്റവും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ 7-ാം മാസത്തിലെ ചടങ്ങ്. അങ്ങനെയൊക്കെ അതൊരു സന്തോഷമാണല്ലോ. പിന്നെ ആ സമയത്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിനേക്കാളും കൂടുതൽ സങ്കടമാണ്. എല്ലാം ഒരു ഇടകലർന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ നമ്മളെ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇരുന്നില്ല. നമ്മൾ വെറുതെ ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കും. നമ്മളൊരു ഒരു ഓർമ്മയാണല്ലോ അതൊക്കെ. ആ സമയത്ത് നമ്മളൊരു ഫോട്ടോ എടുത്തായിരുന്നു, അങ്ങനെയൊക്കെ എടുത്തായിരുന്നു. ആ സമയത്ത് നമ്മൾ ചില ഫോട്ടോസ് നമുക്ക് ഭയങ്കര ഓർമ്മകളാണല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ എടുത്തു, അങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ഈ രീതിയിലേക്ക് ഈ ഒരു ചടങ്ങായിട്ട് വെക്കാൻ പറ്റില്ല. തന്നെ പറഞ്ഞ പോലെ സാരി അവിടെയാണ്, അപ്പം അത് എടുക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ അതിനേക്കാളും വലുതാണ്. അപ്പം പിന്നെ അതാണ് അങ്ങനെ ഏതാണ്. പിന്നെ ഞാൻ അന്ന് ആ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് വന്നത്. അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് വരിക എന്നുള്ളത്, കാരണം മഴ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെയാണ് പോകാതിരുന്നത്. പിന്നെ ഇതെടുക്കാൻ വേണ്ടി പിന്നെയും പോകണം. അപ്പം അങ്ങനെയൊക്കെ ആയതിനാണ് നമ്മളത്. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ആ ഒരു ചടങ്ങ്, അതായത് സാരി ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, സാരി ഉണ്ടെങ്കിൽ ചടങ്ങുണ്ടെങ്കിൽ എന്തായാലും പോയി എടുക്കുകയല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ എല്ലാം നമ്മളൊരു ഇതായിട്ട്. പിന്നെ ഇതിനൊരു നല്ല ചിലവുണ്ട് അല്ലേ. ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല ഇത്. കാരണം ഇപ്പോഴത്തെ അതൊക്കെ ഒരു സന്തോഷമാണ്, ഒരു ഓർമ്മയാണ് ഒക്കെ. ചിലവാണെങ്കിൽ പോലും ചിലവ് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം ഫങ്ഷൻസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സാധനങ്ങളുടെ വിലയും നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒത്തിരി നമ്മുടെ ഫേസ്ബുക്കിലെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടാണെങ്കിലും ആളുകൾ ചോദിച്ചു നിങ്ങൾ ഫംഗ്ഷൻ നടത്തിയോ, എന്തായി, വീഡിയോ ഇടാത്തതാണോ അതോ പിന്നെ നമ്മളോട് പറയാത്തതാണോ, ചിലപ്പോൾ അങ്ങനെ ഓർത്തുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ ആ ഫോട്ടോ വെറുതെ ഒന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം ഈ ഒരു ഉദ്ദേശത്തിൽ വെച്ച് തന്നെ ഒരു ഫോട്ടോ സാരി ഇടുന്ന് വന്നതാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാതെ വന്നിട്ട് ഫേസ്ബുക്കിൽ മെയിനായിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുക എന്നുള്ളൊരു ഇതിലെ കൊണ്ട് നമ്മൾ എടുത്താണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചടങ്ങായിട്ട് നടത്തുന്നൊന്നുമില്ല. എന്താ അതിനുള്ളൊരു അതെ. പിന്നെ അങ്ങനെ ഒരു ചടങ്ങിന്റെ ആവശ്യം ഉണ്ടെന്നും തോന്നുന്നില്ല. കാരണം എന്തായാലും ഞാൻ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിപ്പം ചിലപ്പോൾ നമ്മൾ 9 മാസം ആയി കഴിയുമ്പോഴായിരിക്കും പോകുന്നത്. നമുക്ക് എപ്പോഴാണ് എമർജൻസി വരാന്നറിയില്ല. അപ്പം എന്തായാലും അതനുസരിച്ചൊക്കെയാണ് നമ്മൾ പോകുന്നുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് എന്തായാലും 2-3 മാസം അവിടെ തന്നെ നിൽക്കണമല്ലോ അല്ലെ. കുഞ്ഞിന്റെ കാര്യങ്ങളും നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, കുളിപ്പിക്കുക അങ്ങനത്തെ ചടങ്ങുകളൊന്നും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് അതിന് മമ്മി തന്നെ വേണം. അപ്പം എന്താ പറയുക, മമ്മി ഇങ്ങോട്ടോട്ട് മമ്മി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും മമ്മീനെ ഈ ഉറ്റാവട്ടത്ത് വന്ന് നിർത്താന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെയും മമ്മി വേണം, അവിടെ 2 കുഞ്ഞാവുകളാണ്. അപ്പോൾ അവിടെ എന്തായാലും മമ്മി അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പാടാണ്. അപ്പം മമ്മി എന്തായാലും അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുകയാണ്. ചടങ്ങുകളൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കുന്നതാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കല്യാണം ആയാലും എന്ത് ഫംഗ്ഷൻ ആയാലും എല്ലാവരെയും വിളിച്ച് കൂട്ടി സദ്യയൊക്കെ കൊടുത്ത് അടിപൊളി ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും മനസ്സൊക്കെ നിറച്ച് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ സാഹചര്യം അങ്ങനെയല്ല, ഭയങ്കര മോശപ്പെട്ട സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ചടങ്ങും തൽക്കാലം നടത്തുന്നത്. ഇനി അറിയില്ല കേട്ടോ, ഇനി എന്തെങ്കിലും ആകുമോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9-ാം മാസത്തിൽ നടത്തും അല്ലേ. ഇതിൽ 7-ാം മാസത്തിൽ ചടങ്ങില്ല, അത് നിങ്ങളെ അറിയിക്കുകയാണ്. 7-ാം മാസം ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമല്ല നമുക്ക് നമ്മുടേതായ കുറേ നമുക്ക് ചടങ്ങുകളൊന്നും വെക്കാൻ മാനസികമായിട്ടും കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. അപ്പം പിന്നെ നമ്മൾ ഇതൊന്ന്, അതായത് കുറേ പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് വന്നു വന്നതാണ് കേട്ടോ, വേറൊന്നുമില്ല. ഇത്രത്തോളം ഉള്ളൂ അല്ലേ, ഇത്രേ ഉള്ളൂ. അപ്പം അതെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളോട് നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ. വേറെ പ്രശ്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല, നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു എന്ന് മാത്രം. ഇഷ്ടമായിരുന്നു നമുക്ക് അടുത്ത ബേബിക്ക് അടുത്ത കുഞ്ഞി നമുക്ക് വയ്ക്കാമല്ലേ. പക്ഷേ
എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുഞ്ഞിനാണ് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ കൂടുതൽ ആദ്യത്തെ ആ ഒരു ഇതിനെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നത്തേത് ആണുങ്ങളുടെ വീട്ടിലായാലും പെണ്ണുങ്ങളുടെ വീട്ടിലായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഇവിടെയൊക്കെ ഫസ്റ്റിലത്തെ കുഞ്ഞെന്ന് പറയുമ്പോൾ അത് അമ്മയുടെ വീട്ടുകാർ അമ്മയുടെ വീട്ടിലാണ്, അമ്മയുടെ ഇതൊക്കെ ആ ഒരു സെറ്റിലൊക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ആരോഗ്യമായിട്ട് നമുക്കൊരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളല്ലേ. അതെ, ഫോട്ടോസ് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ സെയിം ഫേസ്ബുക്ക് പേജിൽ കയറി ഫോട്ടോസൊക്കെ കാണാവുന്നതാണ്. അതിനകത്ത് നമ്മൾ ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് ഇടുന്നുണ്ട് കേട്ടോ, അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക, അല്ലേ? ബൈ.